ഡോക്ടർ ഷിജു ഖാൻ, വളരെ സുപ്രധാനമായ ഒരു ഇടപെടലാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത്. തമിഴ്നാടിന്റെ 10 നിയമങ്ങൾ കോടതിയുടെ സവിശേഷ അധികാരം ഉപയോഗിച്ച് 10 ബില്ലുകൾ നിയമമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. അതായത് പ്രസിഡൻഷ്യൽ അസന്റ് ഇല്ലാതെ തന്നെ നിയമമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. കോടതി ആർട്ടിക്കിൾ 142 ഉപയോഗിച്ചിരിക്കുന്നു എന്ന അഭൂതപൂർവമായ സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ ഗവർണർമാരെ ദുരുപയോഗം ചെയ്ത് സംസ്ഥാന നിയമനിർമ്മാണ സഭകളുടെ നിയമനിർമ്മാണ അധികാരത്തിന് തടസ്സം നിൽക്കുന്നു എന്ന ഒരു നിഗമനത്തിലാണ് കോടതി ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇത് കേരളത്തെ സംബന്ധിച്ച് എത്രമാത്രം പ്രസക്തമാകും? ഇന്ത്യയിലെ നീതിപീഠത്തോട് വിശ്വാസമർപ്പിച്ച ജനങ്ങളെ സംബന്ധിച്ച് ഏറ്റവും സംതൃപ്തി പകരുന്ന ഒരു വിധിന്യായമാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇപ്രകാരം ഒരു വിധി രാജ്യം ഭരിക്കുന്ന പാർട്ടിക്കും അവരുടെ ചട്ടുകമായി പല സംസ്ഥാനങ്ങളിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഗവർണർമാർക്കുമുള്ള കനത്ത താക്കീതാണ്, മുന്നറിയിപ്പാണ്. ഭരണഘടനയെ സംരക്ഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട അതിൻ്റെ കാവലാൾ എന്ന നിലയിൽ പരമോന്നത നീതിന്യായ പീഠം ഭരണഘടനയോട് പ്രകടിപ്പിച്ച അങ്ങേയറ്റത്തെ ഉത്തരവാദിത്തമാണ്. രണ്ടാമത്തെ പ്രശ്നം, ഇങ്ങനെ ആയിരുന്നില്ലെങ്കിൽ രാജ്യത്ത് ഉണ്ടാകുമായിരുന്ന ഏറ്റവും വലിയ അപകടം സംസ്ഥാന നിയമസഭകൾ മുഴുവൻ നിർവീര്യമാക്കപ്പെടും. ഭരണഘടനാപരമായ അധികാരത്തിന് പുറമേയുള്ള മറ്റ് കാര്യങ്ങളിലെല്ലാം സംസ്ഥാന ക്യാബിനറ്റിൻ്റെ, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ ഉപദേശ നിർദ്ദേശങ്ങൾക്ക് വിധേയമായിട്ടായിരിക്കണം ഗവർണർ പ്രവർത്തിക്കേണ്ടത് എന്ന ഭരണഘടനാപരമായ കാര്യത്തെ കൃത്യമായും 974 ഷംഷേർ സിംഗ് കേസ് ഓർമ്മിപ്പിക്കുന്നുണ്ട്. 988 ഹർഗോവിന്ദ് പന്ത് വേഴ്സസ് രഘുകുൽ തിലക് കേസ് പ്രത്യേകം അടിവരയിടുന്നത് ഗവർണർമാർ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഏജൻറ്റോ ജീവനക്കാരോ അല്ല എന്നതാണ്. മൂന്നാമത്തെ വിഷയം, ഇവിടെ ഭരണഘടനയുടെ അടിസ്ഥാന കാഴ്ചപ്പാടെന്താണ്? ആർട്ടിക്കിൾ 200 വ്യക്തമായും നിയമം നിർമ്മിക്കാനുള്ള നിയമസഭകളുടെ അധികാരത്തെ അടിവരയിടുകയാണ്. നമുക്കെല്ലാം അറിയാം അഭിലാഷ്, ഒന്നുകിൽ ഒരു ബില്ല് നിയമസഭയിൽ വരുമ്പോൾ ആ ബില്ല് നിയമസഭ പാസാക്കിയാൽ അത് ഗവർണറുടെ അംഗീകാരത്തിന് പോയാൽ 3 പോംവഴികളെ ഗവർണർക്കുള്ളൂ. ഒന്നുകിൽ അത് അംഗീകരിച്ച് നിയമമാക്കാം, അല്ലെങ്കിൽ തൻ്റെ വിയോജനക്കുറിപ്പോടുകൂടി നിയമസഭയ്ക്ക് തിരിച്ചുവിടാം, അതുമല്ലെങ്കിൽ പ്രസിഡന്റിൻ്റെ ക്ലാരിഫിക്കേഷന് ആ ബില്ല് വിടാം. ഈ മൂന്നുമല്ലാത്ത തന്നിഷ്ടപ്രകാരമുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സമ്പൂർണ്ണ പിന്തുണയോടുകൂടി രാജ്ഭവന്റെ മേശയ്ക്ക് അകത്തേക്ക് സംസ്ഥാന നിയമസഭകളുടെ ബില്ല് പിടിച്ചുവെക്കാൻ ഭരണഘടനയിലെ അനുച്ഛേദം 200 ഒരു ഗവർണർക്കും അധികാരം കൊടുക്കുന്നില്ല. നാലാമത്തെ കാര്യം സൂചിപ്പിക്കാം, ഈ ഗവർണർമാർക്ക് എക്സിക്യൂട്ടീവ് പവർ ഇല്ല. ഭരണഘടനാ തലവനാണെങ്കിലും ഭരണനിർവഹണാധികാരം ഗവർണർമാർക്കില്ല. അതുകൊണ്ടാണ് ആർട്ടിക്കിൾ 200 സ്പഷ്ടീകരിക്കുന്നത്, ഒരു ബില്ല് ഗവർണർ അംഗീകരിക്കാതെ തൻ്റെ കുറിപ്പോടുകൂടി തിരിച്ച് നിയമസഭയ്ക്ക് വിട്ടാൽ ആ ബില്ല് വീണ്ടും നിയമസഭ അംഗീകരിച്ച് ഗവർണറുടെ മുന്നിലേക്ക് വന്നാൽ ഗവർണർ അംഗീകരിച്ചേ മതിയാവൂ. ഗവർണർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അംഗീകരിക്കാമെന്നല്ല, ഗവർണർ അത് അംഗീകരിച്ചേ മതിയാവൂ. അതായത് നിയമനിർമ്മാണത്തിൻ്റെ പരമാധികാരം നിയമസഭയ്ക്ക് നൽകിയ ഒരു ഭരണഘടന രാജ്യത്ത് നിലവിലിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്രകാരം സുപ്രീം കോടതി തമിഴ്നാടിൻ്റെ വിധി തീർപ്പ് കൽപ്പിച്ചുകൊണ്ടെടുത്ത തീരുമാനം, നേരത്തെ പഞ്ചാബ് കേസിൽ എടുത്ത നിലപാട്, കേരളത്തിലെ നിയമസഭ പാസാക്കിയ ബില്ലുകൾ രാജ്ഭവന്റെ മേശയ്ക്കകത്ത് ഒളിപ്പിച്ചു വയ്ക്കുന്ന നിലപാടിനെതിരായി കൂടിയുള്ള പ്രഹരമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുക.